ബിഗ് ബോസ് കുറച്ച് കാര്യങ്ങൾ കേൾക്കാവേ. അതും വരും, അതൊന്നും കേട്ടോണ്ട് ഒറ്റ നമ്മുടെ ശാരികയുടെ കാര്യമാണ് ഈ പറയുന്നത്. സത്യമാണ്, അവിടുന്ന് കേട്ടിട്ട് വരും. കാര്യം എന്താണെന്ന് അറിയത്തില്ല, പകുതിക്ക് എന്തെങ്കിലും കേട്ട് വന്നിട്ട് ഇടപെടും, എന്നിട്ട് അവസാനം സോറി എനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്യും. സത്യമാണോ? അവരെ കാര്യമാണെങ്കിൽ ഒരു ചിരി വരും. ഒരു കാര്യമില്ലാതെ അവിടെ ഇവിടെ കേൾക്കും, എന്നിട്ട് ദൂരെ നിൽക്കുമായിരിക്കും, അങ്ങനെ അവിടെ നിൽക്കുമായിരിക്കും. കേട്ടാളിയാ മേക്കപ്പ് റൂമിൽ നിൽക്കുമായിരിക്കും. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും ഇവനും നീ വേറെ ആരെങ്കിലും ഒക്കെ കൂടെ പ്രശ്നം നടക്കാന്ന് വിചാരിച്ചു ഓടി വന്നിട്ട് ഒരു കാര്യം അറിയത്ത് പോലും ഇല്ല, ഓടി വന്നിട്ട് അത് നീ പറഞ്ഞ ശരിയാ, ഇവിടെ ഞാൻ കയറി ഇടപെടും. ഇതിന്റെ ഇടയില് അനീഷുമായിട്ടൊരു ഷാനവാസിക്കയുടെ തർക്കം ഉണ്ടാകും, അതിൻ്റെ കാര്യമായി പറയുന്നത്. സത്യമാണ്. ശാരിക എന്നിട്ട് അപ്പം നിങ്ങൾക്ക് രണ്ട് നിലപാടല്ലേ, എന്നിട്ട് ഷാനവാസിക്കെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ മനസ്സിലായി, സോറി എൻ്റെ തെറ്റാണ്. രണ്ട് നിലപാടും തേങ്ങയും വാങ്ങി അത് ഓടിച്ചിട്ട് അങ്ങോട്ട് കൊടുത്ത് എന്നിട്ട് കാര്യം മനസ്സിലായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ ഇപ്പൊ മനസ്സിലായോ? ഒരു കാര്യമില്ലാതെ വാങ്ങിച്ചിട്ട് ശരിയെന്ന്. സ്വന്തമായിട്ട് കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വരുന്ന കണ്ടന്റിൽ ചാടി അങ്ങ് കയറി ഇടപെട്ട് അവസാനം ചമ്പി നാറി പടാരടങ്ങിയിട്ട് തിരിച്ചു പോവുക. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റെന ഫാത്തിമ സീരിയസ്ലി ആ കൊച്ചു ഭയങ്കര ഇറിറ്റേഷനാണ്. അവിടെയുള്ള ആര് എന്ത് പറഞ്ഞാലും ആ കൊച്ചു കേൾക്കത്തില്ല. അവൾക്ക് എന്താണോ തോന്നുന്നത് അവളത് ചെയ്യും. അത്ര ഇറിറ്റേഷനായിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പം തന്നെ കിച്ചണിൽ ഉണ്ടായ വഴക്ക്, അതും ഇവൾ ചുമ്മാ കയറി ഇറിറ്റേറ്റ് ചെയ്തുണ്ടായതാണ്. അവിടെയുള്ള എല്ലാ ആൾക്കാരും പറഞ്ഞു ജോലി എടുക്കുകയാണ്, നീ പോ, ഫുഡ് വൈകും. അവിടെ ഇരുന്നിട്ട് ആൾക്കാരെ ചൊറഞ്ഞുകൊണ്ടിരിക്കുക, വേറെ ആൾക്കാർ സംസാരിക്കുന്ന അതിൽ ഒരു കാര്യമില്ലാതെ കയറി ഇടപെട്ടിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുക. ഇതൊക്കെയാണ് അവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഈ ഫസ്റ്റ് നിന്ന് കിച്ചണിൽ നിന്ന് ആൾക്കാർ ഇവിടെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തെന്ന്. ചുമ്മാ ചൊറിയാൻ വരുന്നത്, അതിന്റെ കൂടെ വേറെ ഒരു പ്രശ്നം. വേറെ ആരും വരുന്നില്ലല്ലോ, എത്ര പേര് അവിടെ പോയിരിക്കുന്നത്? മര്യാദ നിൽക്കണം. എന്താണ് രാവിലെ പറഞ്ഞത് കാര്യമാണ്. ഇവൾ ഈ കിച്ചൺ ടീമിൽ നിൽക്കുന്ന ആൾക്കാരെ പോയിട്ട് അവർ ആ പണി എടുക്കുന്ന സമയത്ത് പോയി ചൊറിയും, എന്നിട്ട് അവിടെ വഴക്കുണ്ടാക്കും. ശരത്ത് ഇത് പറഞ്ഞു പോയി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇവള് വീണ്ടും ഇവളുടെ പണി അങ്ങ് തുടങ്ങും. ഞാൻ മനസ്സിലാക്കി തരാം. ചപ്പാത്തി കള്ളിയാണോ? അത് നീ പോകാൻ പറഞ്ഞാണ്. നീ അടി ചപ്പാത്തി കള്ളി എന്താ ട്രിഗർ ആവുന്നത്? പെണ്ണ് അങ്ങോട്ട് ഇരുന്നതേ ഉള്ളൂ. എവിടെ പോയി കരത്തിലോട്ട് പോയി കളിക്കടി. സത്യമാണ്, ആൾക്കാരെ റെസ്പെക്ട് ചെയ്യുന്ന അവൾക്ക് അറിയത്തില്ല. അവൾക്ക് തോന്നിയ ആൾക്കാരുടെ അടുത്ത് അവൾ തോന്നുന്ന പോലെ വഴക്കുണ്ടാക്കിക്കൊണ്ട് നടക്കുക. അത് ആ ഒനിലിനൊക്കെ പോടാ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്നത്തെ ആ വഴക്കിൻ്റെ ഇടയ്ക്ക് ആ മുതിർന്നവരെ എങ്ങനെയോട് സംസാരിക്കണം, അവരെങ്ങനെ റെസ്പെക്ട് ചെയ്യണമെന്ന് അറിയാത്തൊരു പെങ്കൊച്ച്.
ചുമ്മാ ചൊറിഞ്ഞ് അവിടെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കൊച്ച്. അത് അവസാനം വീട്ടിലിരിക്കുന്ന ആൾക്കാരെ വരെ പറയിപ്പിച്ചു. എന്നിട്ടും അവിടെ ഇരുന്ന് വാദിക്കുക. എന്തോ. ശരി എന്നാ, ടാറ്റ.